ഞാൻ കേട്ടാ എൻ്റെ വീട്ടിൽ കയറ്റാൻ എൻ്റെ കേട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല നമുക്കൊരു കടി വന്നത്, പക്ഷെ മുറിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതുണ്ടോ ചതഞ്ഞിരിക്കുന്നുണ്ട്. നമസ്കാരം, നമ്മളുള്ളത് കഴക്കൂട്ടത്താണ്, ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ അറിയാലോ, ടിജോൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും ടിജോയും ആദ്യമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് വന്നൊരു വീഡിയോ ആണ്. എനിക്ക് 2 മാസം ടിജോ നമ്മുടെ വീഡിയോയിൽ ഇല്ലായിരുന്നു, ക്യാമറമാനായിട്ട് ടിജോ അല്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് കഴക്കൂട്ടത്തൊരു പിറ്റ്ബുളിനെ ചലഞ്ച് തന്നിട്ടുണ്ട്. പേരെന്തായിരുന്നു? അമ്പാടി. അമ്പാടിയുടെ അല്ല ഡോഗ്, അമ്പാടിയുടെ ഫ്രണ്ടിനാണ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്നില്ല പറഞ്ഞാൽ ക്യാമറയുടെ പുറകെ നിൽപ്പുണ്ട്, പക്ഷേ ഫ്രണ്ട് ഒരു ചങ്കും കരളുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അമ്പാടിയാണ് നമുക്ക് ചലഞ്ച് തന്നത്. അമ്പാടി, ഈ പിറ്റ്ബുളിന് എത്ര വയസ്സുണ്ട്? ഏകദേശം 2 വയസ്സ്. എന്താ അവൻ്റെ ക്യാരക്ടർ? എങ്ങനെയാ അവൻ കടിയോ? അവൻ്റെ അടുത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് ഓണറുടെ അടുത്ത് വെക്കും. ഓണർ വീഡിയോയിലേക്ക് വരാൻ ചമ്മലെന്ന് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ടിജോ വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ടിജോ ഇടയ്ക്ക് ക്യാമറ തിരിക്കുന്നതായിരിക്കും. ഇതിന് പുറകിലുണ്ട് കേട്ടോ, ക്യാമറയുടെ പുറകിലുണ്ട്. ടിജോൻ്റെ തൊട്ട് പുറകിൽ നിൽപ്പുണ്ട്. വേണ്ട വേണമെന്നൊക്കെ പറഞ്ഞു, നമുക്ക് നോക്കാം. അപ്പോൾ ഇവരെങ്ങനെയാ? അമ്പാടിയുടെ ഒക്കെ എങ്ങനെയാ? എൻ്റെ അടുത്ത് എന്നെ ദേഷ്യം ആണോ? ഇപ്പൊ എപ്പോഴും വരുന്നല്ലേ ഇവിടെ? വരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ അടുത്തോട്ട് പോകും. ഒരു പ്രാവശ്യം ഞാൻ കയറി ചെന്നപ്പോൾ അവനെ ഓടിച്ചു. ഞാൻ അടുത്തോട്ട് പോകാറില്ല. നിലവിൽ ആരെയും കടിച്ചിട്ടൊന്നുമില്ല. ഇതൊരു നിലവിലും കടിച്ചിട്ടൊന്നും. അപ്പൊ നിങ്ങൾ പുറത്ത് ഇറക്കാന്നില്ല. അവിടെ ഇവിടെ ഒരു റൂം കാണിച്ചിട്ടുണ്ട്. നേരെ കാണിക്കിട്ട് മേലെ ഇവിടെ നമ്മൾ വീടിന്റെ പുറവശത്താണല്ലോ. അവൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന് കേട്ടോ. നിലവിൽ അവനത് ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടെയാണ് അവനെ ഇടല്. പിന്നെ ഇവർ പുറത്ത് പോകുമ്പോൾ കേജ് ഉണ്ട്, ഇവിടെ പുറത്ത് കേജ് ഉണ്ട്. ആ കേജിലും ആക്കിയിട്ടാണ് പോകാറ്. ഇപ്പം നിലവിൽ അവിടെ കെട്ടിട്ട് ഞങ്ങളൊന്ന് സ്റ്റക്കായി. സംഭവം അവനവിടെ ദാവ കിടക്കുന്നതാണ്. കയറ് പൊട്ടിക്കുകയല്ല, തുടൽ പൊട്ടിക്കുക. ഒരു കൺഫ്യൂഷനുണ്ട്. ഇത് കോളർ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചായിരുന്നല്ലേ? തുടൽ പഴയതാണോ? നിങ്ങൾ വരുന്ന മുമ്പ് മേടിച്ചിട്ട് വന്നോ? ആണോ? ഫിഗോ ഫിഗോ അമ്പാടി പേടിയാണോ? അമ്പാടി എന്താ പേടിക്കുന്നത്? എനിക്ക് പേടിയാ. ഇവരുടെ പേരെന്താ? ഫിഗോ. ഫിഗോ. ഫിഗോ ഫിഗോ ഫിഗോ. നമ്മുടെ ചെക്കൻ്റെ പേര് ഫിഗോ എന്നാണ്. മെയിലല്ല അവൻ. ഇപ്പം എത്ര? 2 വയസ്സോ? 1.5 വയസ്സ്. ഇപ്പം ഞങ്ങളെല്ലാവരും സാധാരണ നമ്മൾ ഓണർ ഇവിടെ ഉണ്ട്, ഓണറോട് ചോദിക്കുന്നത്. ക്യാമറ അങ്ങോട്ട് ചോദിക്കുന്നത് ഓണർ പുറകിലാട്ടോ. ചമ്മലാണ് ആശാൻ. എന്താ സംഭവം എടുത്തില്ല, നമുക്ക് ചമ്മലൊക്കെ മാറ്റാം. എന്താ പേരെന്താ ഇവൻ്റെ? ഫിഗോ. ഫിഗോ എന്താണ് ഫിഗോ? എന്താണ് ലൈറ്റിനോട്ട് വെച്ചോ അവിടെ? സൂര്യൻ. ബെൽറ്റ് അല്ലേ? ബെൽറ്റ് നോക്കാം. ഇതാണ് ഫിഗോ. ചങ്ങല പൊട്ടിച്ചാൽ ഇതിലെ സംഭവം എന്താ അറിയോ? ഇതിൻ്റെ ഈ ചങ്ങല നമ്പാൻ പറ്റത്. കോളറല്ല, മറ്റേ ചങ്ങലയില്ലേ, ആ സാധനം നമ്പാൻ പറ്റില്ല. ടൈറ്റ് ആവും അല്ലേ? ഏതാ പൊട്ടിയാൽ നമ്മളെല്ലാവരും പറക്കും. ടിജോൻ്റെ വൈഫ് നമ്മുടെ ടിജോൻ്റെ കുറേ പ്രഷറുണ്ട്. ടിജോനെ അറിയുന്ന ആൾക്കാർ. പേരെന്ന് പറഞ്ഞേക്ക്. ഫുൾ നെയിം ബെർണാഡ്. ഓക്കെ, നമ്മൾ ടിജോൻ്റെ സഹധർമ്മിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. 2 മാസത്തോളം നമ്മുടെ വീഡിയോ ഇച്ചിരി സ്ലോ ആയിരുന്നു, കാരണം വീഡിയോ കുറവായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടിജോ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു 2 മാസത്തേക്ക്, കല്യാണത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അറിയാലോ, നമ്മൾ 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ടിജോ ഉണ്ടായിരുന്നു. ടിജോ കല്യാണം ബിസി ആയതുകൊണ്ട് നമ്മുടെ വീഡിയോയും കുറഞ്ഞു. 2-3 വീഡിയോ നമ്മുടെ ചാനലിൽ 2 മാസം കൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആളിവിടെ ഉണ്ട്. ഇന്ന് മിക്കവാറും കടി വാങ്ങിക്കഴിഞ്ഞാൽ ആൾ ഡോക്ടറാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പിറ്റ്ബുള്ളിൻ്റെ ഒരു കടി കിട്ടിയിട്ടാണെങ്കിൽ ഡോക്ടർക്ക് വേണമെങ്കിൽ ഇനി അടുത്തൊരു എന്തെങ്കിലും ചികിത്സിക്കാനൊക്കെ പോകുമ്പോഴേ പിറ്റ്ബുള്ളിൻ്റെ കടി കിട്ടി ആരെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാൻ വരുവാണെങ്കിൽ പിറ്റ്ബുള്ളിൻ്റെ കടിയല്ല, എനിക്ക് അറിയാമെന്ന് പറയാൻ എക്സ്പീരിയൻസ് വേണമെങ്കിൽ കിട്ടാമെന്ന് പറയായിരുന്നു. എടാ ചെക്ക, എന്താണ് പേര്? ഞാൻ വീട്ടിൽ ചോദിച്ചു പറഞ്ഞത് ഫിഗോ. എന്താണ് ഫിഗോ? ഫിഗോയെ എന്താണ്? എന്താ അവിടെ നിൽക്ക്. നമുക്ക് എല്ലാത്തിനും ഒരു സമീപനം നമുക്ക് ഉണ്ടാക്കാം, സാവകാശം ഉണ്ടാക്കാം കേട്ടോ. ഫിഗോയുടെ ഒക്കെ സാവകാശം ഉണ്ടാക്കാം ചേട്ടായി. പറഞ്ഞ കേട്ടോ, പൊട്ടിച്ചെങ്ങ് വരരുത്, അവിടെ നിൽക്ക് നീ. ഫിഗോ എന്താണ്? ഫിഗോ പൊട്ടിച്ചെങ്ങ് വരുമോ? പൊട്ടിച്ചിങ്ങോട്ട് വരിക. ഒരു ഷെയ്ക്കാനൊക്കെ തരാം. കോളറ നമ്പാൻ പറ്റില്ല, ചങ്ങല നമ്പാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോൾ എന്ത് സംഭവിക്കാട്ടോ. കാരണം ഇവന് അത്യാവശ്യം വെയിറ്റ് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കോളറും നമ്പാൻ പറ്റില്ല, ചങ്ങലയും നമ്പാൻ പറ്റില്ല. ഞാൻ കേട്ടാ എൻ്റെ വീട്ടിൽ കയറ്റാൻ പൊട്ടിക്കും.
പികോ. ആ ടയറൊക്കെ പൊട്ടിച്ച്, ടയറൊക്കെ ചാടിച്ച്. എന്താ പ്രശ്നം? ചോദിക്കാനൊന്നും എന്താ ഇവരെ ഇറക്കി നടത്തലൊക്കെ ഉള്ള ഇങ്ങനെ അഴിച്ചോണം കൊണ്ടൊക്കെ കണ്ടോ? അവൻ കൊണ്ടുപോകും, റോഡിലൊക്കെ കൊണ്ടോ പുറത്ത് കൊണ്ടുപോകലുണ്ട്. പികോ എന്താണ് ചേട്ടാ കുറച്ച് നേരം സംസാരിക്കട്ടെ. ഇവിടെ വന്ന് ഇവിടെ പികോ ഇവിടെ വന്ന് എൻ്റെ കൊച്ചിങ് വന്ന് ഇതിലോ ക്ഷയിക്കാനൊക്കെ നിന്ന് ക്ഷയിക്കാനൊക്കെ നിന്ന് ക്ഷയിക്കാൻ ഇവിടെ തറ ക്ഷയിക്കാനാണോ നീ അങ്ങോട്ട് കയറി പോകണോ? അങ്ങോട്ട് തന്നെ കയറി പോകുന്ന കൊച്ചി മുഖഭാഗമൊക്കെ വേറെ രീതിയിൽ മുഖഭാഗം ഉണ്ട് ടീച്ചർ. പിന്നെ മുഖം കെട്ടണ ഇവിടെ നിൽക്കേണ്ടത് അതിന് ഫേസ് കിട്ടുന്നുണ്ടാവില്ല, പൊട്ടിക്കൂല. നീ പറ നിന്നൊന്ന് കാണിക്കാനേ, നിന്നെ ശരിക്കും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നവര് കേട്ടാ, ശരിക്കും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്ന. ശരിക്കും കാണാത്തോണ്ടേ അവരങ്ങോട്ട് വന്നാണ്. മിക്കവാറും ചങ്ങലയൊക്കെ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? എന്റെ കാര്യം പറഞ്ഞ ചങ്ങലയൊക്കെ പൊട്ടിക്കുന്ന പറഞ്ഞ കേട്ടോ. കൊച്ചങ്ങലൊക്കെ പൊട്ടിക്കുന്ന പറഞ്ഞ അങ്ങനെ പൊട്ടിക്കോ? അങ്ങനെ പൊട്ടിക്കോ? ചങ്ങലൊക്കെ പൊട്ടിക്കോ വെച്ചേ? ചങ്ങലൊക്കെ പൊട്ടിക്കോ വെച്ചേ? അവിടെ നോക്കിയാ അവരെ. ആ തുപ്പലൊക്കെ തെറിക്കുന്നു, തുപ്പലൊക്കെ തെറിക്കുന്നു വെച്ച് തുപ്പല തെറിപ്പിക്കും. എടാ തുപ്പല തെറിപ്പിക്കുന്നത് വാ ക്ഷയിക്കണ്ട. എന്താണ് എന്താണ് എന്താ എന്താണ് പ്രശ്നം? എന്താണ് എന്ത് പ്രശ്നം? ചെരുപ്പെടുത്ത് മാറ്റി അടി വാങ്ങുന്നു. ആ ചെരുപ്പൊക്കെ കളയല്ലേ, ചെരുപ്പൊക്കെ കളയല്ലേ കേട്ടോ. കടിക്കണോ? കടിക്കാൻ തോന്നുന്നുണ്ടോ? കടിക്കാൻ തോന്നുന്നുണ്ടോ? അടുത്ത എന്തു പറ്റി? എന്തു പറ്റി? എന്താണ് പ്രശ്നം? ഞാനാ വരട്ടെ തന്നെ ക്ഷയിക്കാൻ ടീച്ചോ. ഹുക്ക് മാത്രം ബ്രാസിന്റെ ആയതുകൊണ്ട് ചെറിയൊരു പിടുത്തം കിട്ടും. ബാക്കി കമ്പി ഞാൻ ഒരിക്കലും നമ്പുന്നില്ല കേട്ടോ. അയച്ചിന്റെ ഓട്ടം തന്നെ, അയച്ചിന്റെ ഓട്ടം തന്നെ, അയച്ചിന്റെ ഓട്ടം തന്നെ, അയച്ചിന്റെ ഓട്ടം തന്നെ. ആ ടെറർ കൂടുവായത്. ടെറർ കൂടിയില്ല നീ. ടെറർ കൂടിയില്ല നീ ഇല്ലേ? ടെറർ കൂടിയില്ല നീ. മാരക ടെറർ മേലുണ്ടോ? ഇവിടെ അവനെ നോക്കണ്ട, അവൻ നമ്മുടെ ആരുമല്ല. വാ, ഇവൻ നമ്മുടെ ആരുമില്ല കേട്ടാ. ആ ഷെയ്ക്കാൻ ഒരു ഷെയ്ക്കാനെന്ന് ചാടി കടിക്കാന്ന്. എന്താണ് ഇത് ടീച്ചോ? ഇപ്പൊ ക്യാമറ എടുത്ത ആള് നീ വന്നേ പികോ. ഇതേ ക്യാമറ എടുത്ത ആള് ടീച്ചോ പറഞ്ഞാട്ടോ നീ. അത് ടീച്ചോ ഇത്ര അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇത്ര നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ടീച്ചോനെ നീ അറിയില്ല, നീ കണ്ടില്ലായിരുന്നു ഇത്ര നേരം. ഇച്ചിരി വെള്ളം കുടിച്ചോ. വാ ഇങ്ങോട്ട് വാ ഫിഗോ. ഡാ ഇവിടെ വാടാ ഫിഗോ. ഇവിടെ വന്നേ എൻ്റെ കൊച്ച്. ഒരു ഉമ്മാരട്ടെ വന്ന് ചേട്ടാ തുറട്ടെ ഷോട്ടോ കട്ടെ ഏടായി. എടാ ഫിഗോയെ ഞാൻ തൊട്ട തന്നെ, ഞാൻ തൊട്ട തന്നെ. എന്നാ അവിടെ ഇരിക്കുക കുറച്ച് നേരം ഇരുന്ന് അവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരിക്കുക. സിറ്റ് ഫിഗോ സിറ്റ്. അങ്ങോട്ട് നോക്കണ്ട, അവിടെ അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും കേട്ടല്ലോ. എടാ ഇവന്മാരങ്ങനെ തളരുമൊന്നുമില്ല. ഇവന്മാരെ ഇപ്പോൾ ഒരു പിടുത്തൊക്കെ പിടിച്ചാൽ തളരൊക്കെ അവിടെ പോകുന്നതാണ്. ഇവന്മാർക്ക് മറ്റേ സൈസ് ആ ബെൽറ്റ് ആയിരുന്നല്ലോ, ഇങ്ങനെ ടൈറ്റ് ആകാത്ത സൈസ് ബെൽറ്റ് ഉണ്ടല്ലോ, ആ ലെതറിൻ്റെ ആ സാധനം നല്ല സാധനമായിരുന്നു.
ഫിഗോയ് ആകെയുള്ള ഞങ്ങളുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങല പൊട്ടിക്കാനുള്ള മാത്രമാണ് ടെൻഷൻ. കാരണം ഇവന്മാർക്ക് നല്ല ഊരായതുകൊണ്ട് ഒറ്റ വലിക്കലപ്പം. പിന്നെ അത് ഈ വിളക്കിയത് ചങ്ങലയാണല്ലോ, മറ്റേ ചുറ്റിയങ്ങലുണ്ട് ഇങ്ങനെ ആ സാധനം അത്യാവശ്യം പിടുത്തതിരിക്കുകയാണ്. പക്ഷേ ഇത് ഇച്ചിരി ലൂസായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്നുള്ള വലിയിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. നിൻ്റെ ആരാടെ ഞങ്ങൾ പറഞ്ഞേ? എടാ ഇങ്ങ് വന്നേ, എടാ ഇടയ്ക്ക് വന്നേ, ഫിഗോ ഇങ്ങ് വന്നേ. ഫിഗോൻ്റെ കാര്യം പറഞ്ഞു ഇത്ര നേരം അവിടെ. ഫിഗോൻ്റെ കാര്യം എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ. നീ സുന്ദരനാണല്ലോ, ചുവന്ന മൂക്കും ചുവന്ന കണ്ണും, ചുവന്ന മൂക്കും ചുവന്ന കണ്ണും അല്ലേ, സുന്ദരനാണല്ലോ നീ. തിരിഞ്ഞ് തൊട്ട് നോക്കട്ടെ ഏട്ടായി, തൊട്ട് നോക്കട്ടെ എടാ, തൊട്ട് നോക്കട്ടെ തിരിഞ്ഞേക്ക്. ചേട്ടാ ഇത് തൊട്ട് നോക്കട്ടെ, മൂക്കേലും തൊട്ട് നോക്കട്ടെ, മൂക്കേൽ. എടാ ഇടയ്ക്ക് വന്നേ, പോവല്ലേ. ഇതുപോലെ മൂക്ക തൊട്ടൊക്കെ വേറെ സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല, നമുക്കൊരു കടി വന്നത്, പക്ഷെ മുറിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതുണ്ടോ ചതഞ്ഞിരിക്കുന്നുണ്ടോ? ആ വീഡിയോയിൽ ഇല്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ആ ഇപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കേട്ടോ, അതിൽ ആ മറ്റേ ബെൽജിയം മെൽനോയ്സ് ഇല്ലേ, ചറവറയും അവൻ കടിച്ചതാണ് ഈ സാധനം. പക്ഷേ മുറിഞ്ഞില്ല, പല്ല് മാത്രം കൊണ്ടിട്ട് പോയി. ഇവൻ്റെ ഇപ്പോൾ മൂക്കിൽ നമ്മൾ മറ്റേ വായിൽ കൈ വെച്ച് കൊടുത്ത പോലെ അവൻ്റെ കയ്യിൽ നിന്ന് കൈ വെച്ച് കൊടുത്താൽ ഇത് കണ്ടോ. നീ നോക്കിയേ, ശരിയാക്കട്ടെ. വന്നേ വാടാ, ഇങ്ങോട്ട് വാ, കൊച്ചേക്ക് വന്നേ, ഇവിടെ നിന്നിരുന്നേ, അവിടെ നിന്നിരിക്കും. ആ ഒരു ഷെയ്ക്കാൻ തരും, ഷെയ്ക്കാൻ ഒരു ഷെയ്ക്കാൻ. ഈ കയ്യിൽ ഷെയ്ക്കാൻ തരാ, ഈ കയ്യിൽ ഷെയ്ക്കാൻ്റെ ആടാ, കയ്യിൽ ഷെയ്ക്കാൻ്റെ ആടാ, അപ്പം താറാ ഷെയ്ക്കാൻ്റെ. ഇക്കാ ഇവിടെ വന്നേ, നിൻ്റെ കാര്യം ചോദിച്ചേ. ഇത് ബെൽറ്റ് ടൈറ്റ് ഉണ്ടോ കൊച്ചിൻ്റെ? ബെൽറ്റ് ടൈറ്റ് ഉണ്ടോ? ചേട്ടാ ബെൽറ്റ് നോക്കട്ടെ. ഇങ്ങ് വന്നേ തിരിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ വാടാ. ഇക്കാ ഇവിടെ വാ, ഇതാ ഇവിടെ വാ. ആ ബെൽറ്റ് ടൈറ്റ് ആണോ നോക്കട്ടെ ഏട്ടാ. ഇങ്ങ് വന്നേ തിരിഞ്ഞ് ബെൽറ്റ് ടൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ആ ഇല്ല, ബെൽറ്റ് ടൈറ്റ് ഒന്നും ഇല്ല, ലൂസാണ് കേട്ടോ. ലൂസാണ് കേട്ടോ, ലൂസാണ്. അവന് ആ ഒരു എന്നാ നമ്മുടെ ഇതിന് രണ്ട് റീസൺ ഉണ്ട് കേട്ടോ. രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുക എന്നാ അറിയാലോ, നമ്മുടെ പ്രേക്ഷകർ കുറേ പേര് പറയാറുണ്ട് ഓണർ അല്ല രുചോ, ഓണറെ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് വന്നൊരു 8 മാസം അല്ല രുചോ അല്ലേ, 10-12 ഒരു വർഷമായിട്ട് ഓണറെ ഞങ്ങൾ മാറ്റി നിർത്തുക. അതായത് ആദ്യം നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓണറെ മാറ്റി നിർത്തിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓണർ അടുത്ത് വരുമായിരുന്നു. ഈ ലാസ്റ്റ് ഒരു 2025 ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഓണറും അടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ രണ്ട് രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ റെഗുലർ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാവുള്ളൂ, ഈ ബൈ ചാൻസ് വീഡിയോ ആണെന്നവർക്ക് മനസ്സിലാവില്ല. ഇന്നിപ്പോൾ മച്ചാനോട് അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ് വീഡിയോയിലൊക്കെ ഞങ്ങൾ ഇറക്കാൻ നേരത്ത് ജസ്റ്റ് ഓണറെ അങ്ങോട്ട് മാറ്റിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടി നമ്മളെ ഇറക്കല്, ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. ടെററാണ്, നമ്മൾ അങ്ങോട്ട് പോയി അഴിക്കാന്ന് പറയുമ്പോൾ ഇച്ചിരി ടഫാണ്. പിന്നെ പിറ്റ്ബുള്ളാണല്ലോ. അപ്പോൾ ഇതിൽ മച്ചാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നിലവിൽ ഈ കടിച്ച ഹിസ്റ്ററി ഇതുവരെ ആരുമായിട്ടും കടിപ്പിക്കാൻ ഇവർ കൊടുത്തിട്ടൊന്നുമില്ല, നിലവിൽ അവരവസരം കൊടുത്തിട്ടില്ല. മറ്റേ അമ്പാടി വന്നപ്പോൾ അമ്പാടിനെ ഓടിച്ചു എന്ന് പറഞ്ഞു. അമ്പാടിനെ കടിച്ചായിരുന്നെങ്കിൽ അതൊരു ഹിസ്റ്ററി ആയാനല്ലേ, അല്ലേ? അമ്പാടിനെ കടിച്ചായിരുന്നെങ്കിൽ ഹിസ്റ്ററി ആയാനല്ലേ അമ്പാടി. പക്ഷെ ഇവന് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-10-15 മിനിറ്റ് നമ്മൾ ഇതിനോട് സ്പെൻഡ് ചെയ്തു കേട്ടോ. ആ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് ഒരു കംഫർട്ട് സോണിൽ എത്തിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഡയറക്റ്റ് ഇപ്പോൾ ഇവന് ആ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭിത്തിയിലിരിക്കാം നമുക്ക്, അല്ലേ? കൊച്ചു ഭിത്തിയിലിരുത്തും എല്ലാവരെയും. കാരണം പിറ്റ്ബുള്ളിൻ്റെ കടിയാണ്. അന്ന് അമ്പാടി ഭിത്തിയിൽ ഇരുന്നേനെ ചിലപ്പം. പിന്നെ എന്നാ മച്ചാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട് ക്യാമറേൻ്റെ പുറകിൽ നിന്ന്, പിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോൾ ആണെങ്കിലും സ്വഭാവം മാറാട്ടോ. അപ്പോൾ അവനെ നമ്മൾ ഇല്ല പിറ്റ്ബുൾ അതിന് ഈ എന്നാ കഴുത്ത് എങ്ങിന്ന് വെച്ചിട്ട് പിറ്റ്ബുൾ അടങ്ങിയിരിക്കുന്ന വിചാരിച്ചിരിക്കുന്നത്. പിറ്റോ ചോര ഞങ്ങൾ നാളെ അവിടെ പോയിട്ടേ അവൻ്റെ ചോരയൊക്കെ വായിന്ന് വന്നിട്ടുണ്ടല്ലോ. ഒരാളങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആണല്ലേ. അപ്പോൾ ഇവരുടെ പക്ഷേ സാധനം പിടുവായിട്ട് മച്ചാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരാളിവിടെ ഈ കയറി വന്നാൽ തീരും. നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ നമ്മൾ 15 മിനിറ്റോളം നമ്മളിവിടെ സംസാരിച്ചു, ഒരു ബോർഡ് ഉണ്ടാക്കിയെടുത്ത്. പിന്നെ നമ്മൾ അറിയാലോ ആ ഒരു പേടി കൂടാതെ നമ്മൾ അവൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആൾ ബൈറ്റ് ചെയ്യാൻ വരുമ്പോഴും ആൾ ബൈറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ പോയി കയറി കൊടുത്താൽ അവൻ ബൈറ്റ് നമ്മളെ അറിഞ്ഞും പുറഞ്ഞും കടിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടില്ലേ, അവിടെ നിന്നൊക്കെ അവൻ അടുത്തേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ ബൈറ്റ് ചെയ്യാൻ കുറേ വട്ടം ശ്രമിച്ചായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി കടിക്കും. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 10-15 മിനിറ്റ് ഇരുന്ന് നോക്കി ഒന്ന് ബോണ്ട് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ഇവൻ്റെ അടുത്തേക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിലൊക്കെ കയറി ചന്നം പിന്നെ കയറി കടിക്കും. അത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്.
ഇങ്ങനെ പിറ്റ്ബുളിൽ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ വിടിയിക്കാൻ കുറച്ച് നേരം സമയം എടുക്കും. ആ ഷേക്കാൻ്റെ കൊച്ച് ഒന്നാ കയറി വന്നേ, ഒന്നാ കയറി വന്നേ, ഇങ്ങോട്ട് കയറി പൊങ്ങ്. പൊങ്ങടാ. ആ കൈ തന്നേ, കൈ തന്നേ, കൈ തന്നെ. എന്നെ അവർ വലിച്ചോണ്ട് പോകാനാണോ നിനക്ക്? എന്താണ്, എന്ത് പ്രശ്നമാ ഇതിലിപ്പം? എന്നാ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇരുന്നിട്ടാണെങ്കിലും അവനോട് ചെറിയൊരു ബോൺ ഉണ്ടാക്കി ഒന്ന് ടച്ച് ചെയ്ത് അതുപോലെ എത്രയൊക്കെ മതിയല്ലോ. ആ അതിരുന്നാലും ഈ പറഞ്ഞാൽ ആരെയും കയറി എന്നാൽ കടിക്കും. കടിക്കാത്ത പട്ടിയൊന്നുമല്ല. കാരണം കടിച്ചിട്ടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം അങ്ങനെയല്ല. നമ്മൾ കയറി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നുകൊണ്ടാണ് അവൻ നമ്മളെ ബൈറ്റ് ചെയ്യാതെ ഇരുന്നത്. പക്ഷേ അമ്പാടിനെ പോലുള്ള ആളുകളാണെങ്കിലും അമ്പാടി എപ്പോഴും വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ കയറി കടിക്കും കേട്ടോ. അതിനുള്ള ഹെൽപ്പവനുണ്ട് അല്ലേ. നിൻ്റെ കാര്യേ പറഞ്ഞു കൊടുത്ത അമ്പാടിയോട് ഇനി കൊച്ചിൻ്റെ മുമ്പിൽ അമ്പാടി ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നീ അമ്പാടിനെ കണ്ട കടിക്കണം കേട്ടോ. അമ്പാടിനെ കണ്ട കടിക്കണം പറഞ്ഞേട്ടാ. കേട്ടോ. അങ്ങോട്ട് നോക്കിയതാ അവിടെ നമ്മളെ കണ്ടോ അതേപോലെ കേട്ടോ. എല്ലാവരും കണ്ട് ഹായ് കാണിച്ച് ഒരു ടാറ്റനെ കാണിച്ചു. എല്ലാവർക്കും ടാറ്റ കൊടുത്തേക്ക്. ടാറ്റ. അമ്പാടിക്ക് ടാറ്റ കൊടുത്തേക്ക്. കേട്ടോ. കൊച്ചു ഫേമസ് ആയി അമ്പാടി കാരണം. കേട്ടോ കൊച്ചു ഫേമസ് ആയി. അപ്പോൾ കഴക്കൂട്ടത്ത് ഈ സ്ഥലപ്പേരെന്താ കറക്റ്റ്? ഇത് വേളി. വേളി. ആ അപ്പോൾ വേളിയിൽ നിങ്ങൾ ഇതിലെ പോകുന്ന വഴിക്ക് നെഹ്റു ജംഗ്ഷൻ. നെഹ്റു ജംഗ്ഷനിൽ ഒരു പിറ്റ്ബുൾ ഉണ്ട്, ഓർത്തോ ചേട്ടോ. ആർക്കെങ്കിലും വേണം ജസ്റ്റ് കടി വേണമെങ്കിൽ വന്ന് ഇടയ്ക്ക് വാങ്ങാം പിറ്റ്ബുളിൻ്റെ കടി. അമ്പാടിനെ വിളിച്ചാൽ മതി. അമ്പാടി നമ്പർ വേണം ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ല അമ്പാടി. ഓക്കെ ടാറ്റ. ഫിഗോ ടാറ്റ. ടാറ്റ. ഇവരെ പിടിച്ചു, ഇവരെ പിടിച്ചു.